മോളെ, ഇത് ഏതാണ് ദിവസം? യൗമുൽ ഇസ്നൈൻ, ഉപ്പ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. സിദ്ദീഖ് തങ്ങൾ പുഞ്ചിരിച്ചു. വഫാത്താകുന്നത് ഒരു തിങ്കളാഴ്ച. പുണ്യനബി തങ്ങളോടുള്ള കാണാനുള്ള ആഗ്രഹം മനസ്സിലിങ്ങനെ കൂടിക്കൂടി വരുന്നു. സന്തത സഹചാരിയും ഹബീബിന് നിഴല് പോലെ സാഹിബുഹു ഫിൽ ഗാർ, തൗർ ഗുഹയിൽ ഹബീബിന്റെ സ്വാഹിബായി നിൽക്കാൻ ഭാഗ്യമുണ്ടായ സിദ്ദീഖ് എന്നവർ ഹബീബിനോടൊപ്പം ചേരാൻ കൊതിക്കുന്ന ഒരു രംഗം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ചരിത്രങ്ങൾ ഓരോന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ, മോളെ ഇന്ന് രാത്രി ഞാൻ മരിക്കുകയാണെങ്കിൽ നാളെ സൂര്യൻ ഉദിക്കുന്നത് വരെ എന്റെ മയ്യത്ത് നിങ്ങൾ വെച്ചേക്കരുതേ. فإن مت من ليلتي هذه فلا تنتظروا بي الغد. നാളെ മറവ് ചെയ്യാം മയ്യത്ത്. വെളിച്ചമാവട്ടെ, സൂര്യൻ ഉദിക്കട്ടെ, വെളിച്ചത്തിലാവട്ടെ എന്ന് പറഞ്ഞ് എന്റെ മയ്യത്തിന് നിങ്ങൾ കാത്തുവെക്കരുത്. രാത്രിക്കു രാത്രി തന്നെ. ഈ തിങ്കളാഴ്ചയുടെ രാവാണല്ലോ ഇത് തിങ്കളാഴ്ച രാത്രിയാണ്. അതായത് ഞായറാഴ്ച അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ രാത്രി സത്യത്തിൽ ഞായറാഴ്ച രാത്രിയാണ്. അറബ് കണക്ക് പ്രകാരം ഇത് ഞായറാഴ്ച രാത്രിയാണ്. നാളെ പകൽ അവസാനിക്കുമ്പോൾ ഞായറാഴ്ച അവസാനിച്ചു. നാളത്തെ അസ്തമയത്തോടുകൂടെ തിങ്കളാഴ്ച ആരംഭിക്കാൻ. ഞാൻ ഇന്ന് വഫാത്താവുകയാണെങ്കിൽ നാളത്തേക്ക് വേണ്ടി എന്നെ കാത്തിരിക്കരുത്. എന്തുകൊണ്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പകലും ഏതാണെന്ന് ചോദിച്ചാൽ മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഏറ്റവും ആദ്യം ചെന്നെത്താൻ പറ്റുന്ന രാവാണ് എന്റെ രാവുകളിൽ ഏറ്റവും വലിയ രാവ്. അതുകൊണ്ട് രാത്രി മരിച്ചാൽ ആ രാവിൽ തന്നെ എനിക്ക് ഹബീബിന്റെ അരികത്തേക്ക് പോകണം. ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ ആ പകലിൽ എനിക്ക് പോകണം. എന്നെ നിങ്ങൾ രാത്രി മരിച്ചാൽ പകല് വരെയോ പകല് മരണപ്പെട്ടാൽ രാത്രി വരെയോ കാത്തിരിക്കരുത് എന്ന് പറഞ്ഞ് എന്റെ ഉപ്പ സ്നേഹം കൊണ്ട് കരയുന്നത് ഞാൻ കണ്ടുവെന്ന് ഐഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. അവസാന യാത്ര അനിവാര്യമായൊരു യാത്രയാണത്. ടിക്കറ്റ് എടുക്കേണ്ടതില്ലാത്തൊരു യാത്ര. ഇമിഗ്രേഷൻ ക്ലിയർ ആണ്, ടിക്കറ്റ് ഓക്കെയാണ്, ഓൺ ടൈം ആയിരിക്കും ആ യാത്ര. അതൊന്നേയുള്ളൂ, അത് മരണത്തിന്റെ യാത്രയാണ്. അല്ലാഹു ആ നേരം സന്തോഷത്തോടെ ഹബീബിനെയും അനുയായികളെയും സഹാബികളെയും കാണാൻ കിട്ടുന്ന ഒരവസരമാണത്. അല്ലാഹുവിനെ കാണാൻ കഴിയുന്ന ഒരു അവസരമാണത് എന്ന ചിന്തയിൽ ഇവിടുന്ന് യാത്ര തിരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ പേടിച്ചു കൊണ്ടുപോയാൽ പിന്നെ ജീവിതം മുഴുവൻ ജീവിച്ചു തീർത്തിട്ട് കാര്യമില്ലാണ്ടായി പോകും. അവിടെ പേടിക്കരുത്. എന്തായാലും നമ്മളൊക്കെ മരിക്കും. എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും മരണം നമ്മളെ കൊണ്ടുപോകും. ഇത് നേരത്തെ ആയാൽ എന്റെ ഹബീബിനെ എനിക്ക് ആദ്യം കാണാൻ കഴിയുന്ന രാവാണ്. എന്റെ രാവുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എന്റെ പകലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഹബീബിനെ ഏറ്റവും നേരത്തെ കാണാൻ കഴിയുന്ന പകലാണ്. അങ്ങനെ ഒരു തിങ്കളാഴ്ച ലോകത്തോട് വിട പറഞ്ഞു മഹാനായ അമീറുൽ മുഅ്മിനീൻ സാഹിബുഹു ഫിൽ ഗാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഹബീബിനെ കണ്ടുമുട്ടാൻ എന്തോ ഒരു ആഗ്രഹം. പുണ്യനബി തങ്ങളെ ജീവിതത്തിൽ ഒരു നിഴല് പോലെ തുടർന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഹബീബില്ലാത്ത ജീവിതം ഓർക്കുക സാധ്യമായിരുന്നില്ല. ഖൽബിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സ്നേഹം നമ്മുടെയൊക്കെ ഖൽബിൽ ഇങ്ങനെ വരണം. ആ ഒരു സ്നേഹം വരുമ്പോ അനാവശ്യമായ ഹറാമിന്റെ സ്നേഹബന്ധങ്ങളൊക്കെ അവിടെ ഉടഞ്ഞു പോകും. പവിത്രമായ സൈക്രഡ് ലവ്,
നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരും. നമ്മുടെ വിദ്യാർത്ഥിനികൾക്കും നമുക്കൊക്കെ ഓർത്തുവെക്കേണ്ട ഒരു കാര്യമാണത്. നമ്മുടെ ഹൃദയം അത് സൂക്ഷിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് സ്നേഹമാണ്. ആ സ്നേഹം അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉമ്മയോട്, നിങ്ങളുടെ വാപ്പയോട്, അമ്പിയാക്കന്മാരോടും ദീന്റെ അഹലുകാരോടും ഒക്കെ വേണം. പക്ഷേ നമ്മുടെ ജീവിതവുമായി ബന്ധിക്കുന്നത് നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും അല്ലേ? മാഷാ അല്ലാഹ്. ഉഹദ് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോ, ആ യുദ്ധത്തിന്റെ അവസാനം ഒരു പരാജയമായി മാറാൻ പോകുമ്പോ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ചു ഒരാളെ അന്വേഷിക്കാൻ ഉഹദിന്റെ രണാങ്കണത്തിൽ. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ആണത്. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. സാബിത്തേ, സഅദ് ഇബ്നു റബീഇനെ കണ്ടാൽ എന്റെ ഒരു സലാം പറയണേ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് സലാം പറയുന്നുണ്ട് എന്ന് പറയണം. ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഇങ്ങനെ ഓടുകയാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന ആലിമും മിൻ ഉലമാഇ സ്വഹാബ, സ്വഹാബികളിലെ പണ്ഡിതന്മാരിൽപ്പെട്ട പണ്ഡിതനാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആലിമാൻ. ഉഹദ് രണാങ്കണം മദീനയിൽ പോയവർക്ക് കാണാം. ഉഹദ് നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെ ഒരു മസ്ജിദ് നിൽക്കുന്നുണ്ട്, വലിയൊരു പള്ളി. ഉഹദ് ശുഹദാക്കളും കിടക്കുന്നുണ്ട്. ഉഹദ് യുദ്ധം നടന്ന ഇടമാണത്. സഅദിനോട് ചോദിക്കണേ, കൈഫ തജിദുക യാ സഅദു, സഅദ് ഇബ്നു റബീഅ എങ്ങനെയുണ്ട്, എന്താണ് നിങ്ങളുടെ അനുഭവം എന്ന് ചോദിക്കണം. വെട്ടേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യനോട് ചോദിക്കാൻ പോകുന്ന ചോദ്യമാണിത്. فأتيته وأنا أطوف بين القتلى. ഹാഫിളീങ്ങളും ആലിമീങ്ങളും സാധാരണക്കാരുമായ ഹബീബിന്റെ സ്വഹാബികൾ ചേതനയേറ്റ് കിടക്കുന്ന ആ ശുഹദാഇന്റെ ഇടയിലൂടെ ഇത് സഅദാണോ 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 എന്ന് ഓരോരുത്തരുടെയും മുഖം നോക്കി ഞാൻ നടക്കുകയാണ്. എന്നെ പറഞ്ഞയച്ചത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സഅദ് എന്നവരെ ഞാൻ കണ്ടു. വഹുവ ബിആഖിരി റമഖിൻ ബിഹി, അന്ത്യശ്വാസം വലിക്കുകയാണ്. വബിഹി 70 ضربة, 70ഓളം വാളിന്റെ വെട്ടുകൾ ആ പരിശുദ്ധമായ ശരീരത്തിൽ എനിക്ക് കാണാൻ പറ്റി. ഞാൻ എണ്ണി നോക്കുമ്പോൾ 70ഓളം മുറിവുകളുണ്ട്. ആലോചിച്ചു നോക്കി എന്തായിരിക്കും ആ രംഗം. പക്ഷേ ജീവൻ ബാക്കിയുണ്ട്. അമ്പ് തറച്ചു വന്നതും കുന്തമുനകളാൽ മുറിവുണ്ടായതും വാളുകൊണ്ട് വെട്ടേറ്റതും മഹാനായ സഅദ് ഇബ്നു റബീഅ തങ്ങളുടെ ദേഹത്ത് കണ്ടു. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അന്ത്യശ്വാസം വലിക്കുമ്പോൾ അരികത്തേക്ക് വന്ന് ആ ചെവിയിലൊന്ന് ചോദിച്ചു, യാ സഅദേ ഇന്ന റസൂലല്ലാഹി യുഖ്രിഉക സലാം. ചരിത്രങ്ങളിൽ ഇത്രമേൽ ഹൃദയഭേദകമായ മറ്റെന്തുണ്ട്? ലോകത്തോട് വിട പറയുന്നു. ശരീരമാസകലം ഛേദനയേറ്റ് കിടക്കുമ്പോൾ 70ഓളം മുറിവുകൾ പറ്റി ഉഹദിലെ രക്തസാക്ഷിയായി വഫാത്താകുന്ന സഅദ് എന്നവരോട് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി യഖറഉ അലൈക്കസ്സലാം. സഅദേ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങയോട് അസ്സലാമു അലൈക യാ സഅദു, സഅദേ അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, സഅദേ നിങ്ങളോട് ചോദിക്കാൻ, കൈഫ തജിദുക, നിങ്ങളുടെ അവസ്ഥ എന്താണ്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, എന്താണ് നിങ്ങളുടെ അനുഭവമെന്ന് നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞയച്ചത് കൊണ്ട് ചോദിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ട നേരമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിബിതങ്ങളല്ലേ എന്നെ പറഞ്ഞയച്ചത്. എങ്ങനെയുണ്ട് സഅദേ? അല്ലാഹുവിന്റെ റസൂലിന്റെ സലാം എന്ന് പറഞ്ഞപ്പോഴേക്കും വേദനകൾ മറന്നു. അതാണ് ഹുബ്ബ്. പുണ്യനബി സലാം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും 70ഓളം മുറിവുകളായി കിടക്കുന്ന ശരീരത്തിന്റെ വേദന
സഅദ് റളിയല്ലാഹു അൻഹു മറന്നുകൊണ്ട് ചുണ്ടുകൾ ചരിച്ചു. അലാ റസൂലില്ലാഹി സലാം, എന്റെ റസൂലിനോട് എന്റെ സലാം ഞാൻ മടക്കുകയാണ്. നബിയോട് പറയണേ, ഇന്നീല അജിദു റീഹൽ ജന്ന, സ്വർഗത്തിന്റെ വാസന എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹിനോട് പോയി പറഞ്ഞു കൊടുക്കണം. എനിക്കിവിടെ സ്വർഗം മണക്കുന്നുണ്ട്, സ്വർഗത്തിന്റെ വാസന ഞാൻ അറിയുന്നു. മിൻ സൗബി ഉഹുദിൻ, ഉഹുദിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മണം സ്വർഗത്തിന്റെ മണമാണെന്ന് എന്റെ നബിയോട് പറയണേ എന്ന് ദേഹമാസകലം മുറിവായി കിടക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു സയ്യിദ് എന്നവരോട് മറുപടി പറഞ്ഞത്, വേദനയുടെ എല്ലാം മറപ്പിച്ചു കളയുന്ന ആ മനുഷ്യ ശരീരത്തിന്റെ വിറങ്ങലിന്റെ അവസാനത്തിൽ ഒരൽപ്പം ആയുസ് മാത്രം ബാക്കിയുള്ളപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞ ശബ്ദം ഹബീബിന്റെ ശബ്ദം. പുണ്യനബി പറഞ്ഞു, സലാം. കണ്ണു ചിമ്മി ലോകത്തോട് വിട പറയുന്ന ഷഹീദ് സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞു, സയ്യിദേ, എന്റെ തറവാട്ടുകാരാണ് അൻസ്വാരികൾ, എന്റെ തറവാട്ടുകാരാണ് മദീനക്കാരായ അൻസ്വാരികൾ. അവരോട് പറയണേ, لا عذر لكم عند الله إن يخلص إلى رسول الله وفيكم عين تطرف. രണ്ട് കണ്ണുകൾക്ക് നിങ്ങൾക്ക് അല്ലാഹു കാഴ്ച ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് കണ്ണുകളും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഹബീബായ നബിയെ സംരക്ഷിക്കാനാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. എന്റെ റസൂലുള്ളാഹിക്കൊന്നും പറ്റരുതേ, എന്റെ ഹബീബിന്റെ നേരെ ഒരമ്പ് പോലും വരരുതേ, എന്റെ ഹബീബിനെ വേദനിക്കരുതേ. അൻസാരികളെ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന രണ്ട് കണ്ണുണ്ടെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ അരികത്തേക്ക് ഏതെങ്കിലും ഒരു ശത്രു പാഞ്ഞെടുക്കുകയാണെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ കാരണം പറയാൻ ഒരു എക്സ്ക്യൂസ് പോലും, ഒരു ഉദ്റ് പോലും നിങ്ങൾക്കുണ്ടാവില്ല കേട്ടോ എന്ന് എന്റെ അൻസ്വാരികളോട് പറയൂ. സയ്യിദേ, ഞാൻ പോവുകയാണ്. യുദ്ധമുഖത്ത് കിടക്കുന്ന ഒരു വർത്തമാനമാണ്. എന്റെ കുട്ടികൾക്ക് എന്തായി? ചർച്ചയില്ല ഇവിടെ. എന്റെ ഹബീബിന് മുറിവേൽക്കരുതേ. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ നോക്കണം എന്റെ ഹബീബിലേക്ക്. നിങ്ങളുടെ കണ്ണ് പോയാൽ പിന്നെ പ്രശ്നമല്ല, അവിടെ ചോദ്യമില്ല. പക്ഷേ കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ എന്റെ ഹബീബിനടുത്തേക്ക് ഒരു ശത്രു പോലും പാഞ്ഞെടുക്കാൻ നിങ്ങൾ അനുവദിക്കരുതേ. ലാ ഉദ്റ ലക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുത്ത് ഒരു ഉദ്റ് പോലും പറയാനുണ്ടാവില്ല. നാളെ രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ പോകട്ടെ, എന്റെ റസൂലിനോട് എന്റെ സലാം മടക്കിയത് പറയണേ സയ്യിദേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് സഅദ് എന്നവരുടെ വിയോഗം. ആർക്ക് വേണ്ടിയാണിത്? ഇത് സ്നേഹമാണ്. ഇങ്ങനെ ഒരു സ്നേഹപ്രകടനം ചെയ്യണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നബി പഠിപ്പിച്ചതോ അല്ല. സ്വഹാബിമാർ മനസ്സിലാക്കിയത് ഹബീബിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ഹബീബായ നബി തങ്ങൾക്കൊരു പോറലേൽക്കരുത്. പുണ്യ നബിയെ പറ്റി ആരും ഒന്നും മോശമായി പറയുന്നത് കേട്ടു നിൽക്കാൻ കഴിയില്ല. ഹബീബിനെ വിമർശിക്കുന്നത് സഹിക്കാൻ കഴിയില്ല, മനസ്സ് വേദനിക്കും. പുണ്യ നബിയെ പറ്റി ഇടിച്ചു താഴ്ച പറയുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല, കേട്ടു നിൽക്കാൻ കഴിയില്ല. സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. മനസ്സ് പിടക്കുന്നതിന്, മനസ്സ് വേദനിക്കും. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. മനുഷ്യർക്ക് മാത്രമല്ല, ലോകങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക്, ജിന്നുകൾക്ക്, പക്ഷികൾക്ക്, സസ്യലതാദികൾക്ക് എല്ലാം റഹ്മത്തായി വന്ന പുണ്യ നബിയെ, ആ ഹബീബിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? മദീനയിലേക്ക് തിരിച്ചു നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ നൂറുകണക്കിന് സ്വഹാബിമാർ ഹബീബിന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പുണ്യ നബി തങ്ങളുടെ സ്വഹാബിമാർ ഏതോ രണ്ട് പക്ഷികളുടെ കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുവന്നു. യാത്രയിലാണ്. രണ്ട് പ്രാവിന്റെ കുഞ്ഞുങ്ങൾ
جاءت إليك حمامة مشتاقة تشكو إليك بقلب صب واجف جاءت إليك حمامة مشتاقة تشكو إليك بقلب صب واجف من أخبر الورقاء أن مقامكم حرم وأنك منزل للخائفين നൂറുകണക്കിന് ആളുകൾ മാർച്ച് ചെയ്തു പോകുന്ന പട്ടാളത്തിന്റെ കൂടെ അവരുടെ നേതാവുണ്ട്, ലോകത്തിന്റെ ഗുരുവുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വഹാബിയുടെ അരികത്തേക്കും പോകാതെ ആ രണ്ട് പക്ഷികളുടെ ഉമ്മയായ തള്ളപ്പക്ഷി, ഒരു പ്രാവ് ഹബീബിന്റെ തലക്കുമീത വന്ന് പാറി, തലക്കരികത്തുകൂടെ പാറി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഹബീബായ നബി തങ്ങൾ ആ സൈന്യത്തെ നിർത്തി അവിടെ ഒരു എമർജൻസി സ്റ്റോപ്പ്, എല്ലാവരും നിൽക്കണം, സ്വഹാബ നിൽക്കണം. ആരാണ് ഈ തള്ളപ്പക്ഷിയെ, അതിന്റെ പിഞ്ചു കുഞ്ഞുങ്ങളായ രണ്ട് മക്കളെ പിടിച്ചുകൊണ്ടുവന്ന് വേദനിപ്പിച്ചവരാരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ? ആശയം കൃത്യമാണ്. രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങൾ, മൂന്ന് നബി ഞങ്ങൾ പറഞ്ഞില്ല, ഒന്നെന്ന് പറഞ്ഞില്ല, കുഞ്ഞുങ്ങളൊന്നുമല്ല, രണ്ട് കുഞ്ഞുങ്ങൾ. രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെ ആരാണ് പിടിച്ചു വെച്ചത്? ഈ പക്ഷി എന്നോട് പരാതി പറയുന്നു, അതിന് തിരിച്ചു കൊടുത്തിട്ട് മാത്രം യാത്ര തുടർന്നാൽ മതി എന്ന് ലോകത്തൊരു വിജയപേര് മുഴക്കി വരുന്ന ഒരു നേതൃത്വം, ഒരു ഭരണാധികാരി, ഒരു സൈന്യാധിപൻ രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്റെ സൈന്യത്തെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ നേതാവിന്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما سمعنا ولله أطعنا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ആരാണാവോ ഈ പക്ഷിയോട് പറഞ്ഞു കൊടുത്തത്? ഈ സൈന്യത്തിൽ ഒരു മഹാമനുഷ്യനുണ്ട്, ആ മനുഷ്യൻ മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അവിടത്തോട് ചെന്ന് പരാതി പറഞ്ഞാൽ നിന്റെ രണ്ട് കുഞ്ഞുങ്ങളെ തിരിച്ചു തരാൻ ആ നേതാവിന് കഴിയുമെന്ന് നൂറുകണക്കിന് ആളുകൾക്കിടയിൽ വെച്ച് ഈ പക്ഷിയോട് പറഞ്ഞതാരാണ്? جاءت إليه حمامة مشتاقة تشكو إليك بقلب صب واجف. കുഞ്ഞുങ്ങളെ നഷ്ടമായ വേദനയിൽ ഒരു മാതൃഹൃദയം, ഒരു ഉമ്മയുടെ കൽബ് പെടഞ്ഞപ്പോ, അതൊരു പക്ഷിയായ ഉമ്മയാണ്, ഒരു പ്രാവായിരുന്നു അത്. ഹബീബായ നബിയേ, മൻ അഖ്ബറൽ വർഖാ, ആരാണ് പ്രാവിനോട് പറഞ്ഞു കൊടുത്തത്? അന്ന മഖാമകും ഹറമുൻ, അങ്ങെന്ന് പറയുന്നത് അല്ലാഹു പരിശുദ്ധമായി വാഴ്ത്തിയ റബ്ബിന്റെ സുരക്ഷിത മേഖലയാണ്. അങ്ങ് അല്ലാഹുവിനാൽ വാഴ്ത്തപ്പെട്ടവരാണ്, അങ്ങ് അല്ലാഹുവിന്റെ സംരക്ഷണമുള്ളവരാണ്. വഅന്നക മൻസിലുൻ ലിൽ ഖായിഫീൻ,
പേടിച്ചു വരുന്നവർക്ക്, സങ്കടപ്പെട്ടു വരുന്നവർക്ക്, ഹൃദയം വിതുമ്പുന്നവർക്ക് കയറിയിരിക്കാനുള്ള വീടാണ് അങ്ങ് എന്ന് ആരാണാവോ ഈ പക്ഷിയോട് പറഞ്ഞത് നബിയേ? അതങ്ങയോട് വന്നല്ലേ പരാതി പറഞ്ഞത്? ഇത് സ്വഹീഹായ ഹദീസ്. ഇമാം അബൂ ദാവൂദ്, ഹാക്കിം എന്നിവർ ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദ്, സ്വഹീഹുൽ ഇസ്നാദായ ഹദീസാണിത്. വെറുതെ ഒരു പക്ഷിക്കഥയല്ല ഇത്. ചരിത്രം അതിനെ രേഖപ്പെടുത്തി. ആ ഹബീബായ നബി തങ്ങളെ ആരാണ് സ്നേഹിക്കാതിരിക്കുന്നത്? ആരാണ് സ്നേഹിക്കാതിരിക്കുക? അവിടെ നിന്നല്ലയോ ലോകത്തിന് റഹ്മത്തായി വന്നത്. സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അവിടുന്ന് ഹിജാമ ചെയ്തു ഒരു ദിവസം. ഹിജാമ, കപ്പിംഗ് എന്ന് പറയും. നമ്മുടെ മോശപ്പെട്ട ബ്ലഡ് ഒക്കെ സ്കിന്നിൽ നിന്ന് എടുക്കുന്ന ഒരു രീതി, അത് സുന്നത്താണ്. പുണ്യനബി ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജാമ ചെയ്തു കഴിഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് കളയാൻ വേണ്ടി കൊടുക്കുമ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, നമുക്കിത് കേൾക്കുമ്പോ ചില ആളുകൾക്ക് ഒരുപക്ഷെ ഒരു വിമ്മിഷ്ടം തോന്നാം. പക്ഷേ ഇത് ചരിത്രമാണ്, ഇത് യാഥാർത്ഥ്യമാണ്, സംഭവിച്ചതാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈറേ, ഇദ്ഹബ് ബിഹാദദ്ദം, ഈ ചോര നിങ്ങൾ കൊണ്ടുപോയി കളയണേ. ഫഅഹ്രീഖഹ് ഹൈസു ലാ യറാക അഹദ്, ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി അബ്ദുല്ലാഹ് ഇത് കൊണ്ടുപോയി കളയണേ എന്ന് മഹാനായ അസ്മാ ബീവിയുടെ മകനോട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയോട്, മദീനയിൽ സ്വഹാബിമാർ കടന്നു വന്നപ്പോ ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ വെച്ച് ജന്മം കൊണ്ട ആദ്യത്തെ കുഞ്ഞ് സ്വഹാബിയായ കുട്ടി, അതാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുമാ. മദീനയിൽ ജനിച്ച കുട്ടിയെ തങ്ങൾ വഫാത്താകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർക്ക് 10 വയസ്സായിരിക്കും പ്രായം. ആരും കാണാത്തടത്ത് കൊണ്ടുപോയി ഒഴിക്കണേ എന്ന് ഹബീബിന്റെ ഹിജാമയുടെ രക്തം കൊണ്ടുപോയി ഒഴിക്കാൻ പറഞ്ഞത്. ഇത് പലരും ഒരുപക്ഷെ ദീനിനെയും ഹബീബിനെയും അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഒരുപക്ഷെ ഒരൽപ്പം വിയേർഡ് എന്ന് തോന്നിയേക്കാം. സാരമില്ല, മുഅ്മിനീങ്ങൾക്കത് പ്രശ്നമല്ല. ഇത് ഹബീബിന്റെ ചരിത്രമാണ്. നമ്മുടെ ഹദീസിന്റെ കിതാബുകളിൽ ഇമാം ഹക്കീം എന്നവരും ഇമാം തബറാനിയും ഇമാം ഹൈതമിയും റിജാലുഹു റിജാലു സിഖാത്ത് എന്ന് പറഞ്ഞ സംഭവമാണ്. ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി ഒഴിക്കണേ എന്ന് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി തങ്ങളോട് ആ രക്തം കൊടുത്തേൽപ്പിച്ചപ്പോ കുറച്ചു നേരം കഴിഞ്ഞ് അബ്ദുല്ലാഹി തങ്ങളെ കണ്ടപ്പോ തങ്ങൾ ചോദിച്ചു, അബ്ദുല്ലാഹ്, അതെന്തു ചെയ്തു നിങ്ങൾ? ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി ഒഴിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്, എന്തു ചെയ്തു? നബിയേ, ആരും കാണാത്തിടത്ത് ഞാൻ അത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് നബിയേ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ പറഞ്ഞു, നബിയേ, ഇന്നി ശരിബ്തുഹു ലിയസ്ദാദ ബിഹി ഇൽമൻ വ ഈമാനാ, എന്റെ ഹൃദയത്തിലേക്ക് ഈമാനും ഇൽമും വർദ്ധിക്കാൻ വേണ്ടി ഞാനത് കുടിച്ചു നബിയേ എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ ഹബീബിനോട് പറഞ്ഞത് സത്യമാണ്. എന്തിനെന്നറിയോ? നബിയേ, എന്റെ ഖബർ, എന്റെ ജനാസ, എന്റെ മയ്യിത്ത് നാളെ ഖബറിലേക്ക് വെക്കുമ്പോൾ അങ്ങയുടെ ശരീരത്തിന്റെ ഭാഗമായ എന്തെങ്കിലും എന്റെ ശരീരത്തിലൊന്ന് കയറട്ടെ എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു നബിയേ. وليكون شيء من جسد رسول الله في جسدي وجسدي أولى به من الأرض. മണ്ണിനെക്കാളും, മണ്ണിൽ ഒഴിച്ചു കളയുന്നതിനേക്കാളും, ആ മണ്ണിനെക്കാളും അത് കിട്ടാൻ അർഹതയുള്ളത് എന്റെ ശരീരമാണ് നബിയേ എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് 10 വയസ്സ് പ്രായത്തിൽ അത് ചെയ്തിട്ടുണ്ട്. അബ്ശിർ, സന്തോഷിച്ചോളൂ അബ്ദുല്ലാഹ്, ലാ തമസ്സുകന്നാറു അബദാ, ഒരിക്കലും നിങ്ങളുടെ ശരീരം നരകം തൊടില്ല എന്ന് പുണ്യനബി മറുപടി പറഞ്ഞത് ഇത് കേട്ടപ്പോഴാണ്. വൈലുൽ ലക മിനന്നാസ്, അബ്ദുല്ലാഹ്, ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വരും. വവൈലുൽ ലിന്നാസി മിൻക,
നിങ്ങൾ ജനങ്ങൾക്ക് പരീക്ഷണമായി മാറും. അങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കരങ്ങളാൽ ദാരുണമായി കൊല്ലപ്പെടുന്ന മോനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ. തങ്ങളുടെ വഫാത്തിന് ശേഷം ഈത്തപ്പനകൾ കുരിശു പോലെ വെച്ച് അതിൽ തളർത്തി കൈകാലുകൾ കെട്ടിയിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ തലമുറിച്ചെടുത്തുകൊണ്ടുവരെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് രാഷ്ട്രീയ വൈരാഗ്യം തീർത്തിട്ടുണ്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരോട്. അന്ന് കണ്ണു കാണാത്ത പ്രായത്തിൽ 100 വയസ്സ് പ്രായമുള്ള ഉമ്മ സിദ്ദീഖ് എന്നവരുടെ മോൾ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ ജനാസ പോലും താഴെ ഇറക്കാൻ സമ്മതിക്കാതെ മക്കായുടെ കഅബാലയത്തിന്റെ കവാടത്തിങ്കൽ കൊണ്ടുവന്ന് നാട്ടിവെച്ചപ്പോ, മോനെ അബ്ദുല്ലാഹ്, നിന്റെ ദുന്യാവാണ് അവരെടുത്തു കളഞ്ഞത്, എന്നാൽ അവരുടെ ആഖിറമാണ് നീ എടുത്തു കളഞ്ഞത് എന്ന് തന്റെ മോനോട് ധൈര്യമായി ചൂണ്ടിപ്പറഞ്ഞ ഉമ്മയാണ് സിദ്ദീഖ് എന്നവരുടെ ധീരവതിയായിരുന്ന മകൾ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ. ആ സംഭവത്തിലേക്ക് സൂചിപ്പിക്കുകയാണ് നബി തങ്ങൾ 10 വയസ്സുള്ള മോനോടാ പറഞ്ഞത്, മോനെ, നിങ്ങൾ കാരണം ജനങ്ങൾക്ക് പരീക്ഷണം വരും, ജനങ്ങൾ കാരണം നിങ്ങൾക്കും പരീക്ഷണം വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ഈ ശരീരം ഇനി നരകം തൊടില്ല. ഇത് ഹബീബിന്റെ ശരീരത്തിന്റെ ഒരംശം കലർന്നിരിക്കുന്ന ശരീരമാണ്. എന്തിനാണ് കൊച്ചു മനസ്സിൽ ഇങ്ങനൊരു സ്നേഹം തോന്നിയത്? എന്റെ ശരീരം ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്ന് പറഞ്ഞ് ദമുൽ ഹിജാമ കുടിച്ച സ്വഹാബി കുഞ്ഞാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ബദർ യുദ്ധം നടക്കുമ്പോ സവാദ് ഇബ്നു ഗസിയ റളിയല്ലാഹു അൻഹു ഇതുപോലെ സമാനമായൊരു സംഭവം ചെയ്തുവല്ലോ. എല്ലാവരും നേരെ നിൽക്കിൻ. സൊഫായി നിർത്തിയപ്പോൾ പുണ്യനബി തങ്ങൾ ഒരു കമാൻഡറാണ്, അവിടുന്ന് നബിയാണ്, അവിടുന്ന് ടീച്ചറാണ്, അവിടുന്ന് അധ്യാപകരാണ്, അവിടുന്ന് കുടുംബത്തിന്റെ ഹെഡാണ്. നബി തങ്ങൾ മുഅല്ലിമാണ്, റസൂലാണ്, എല്ലാമാണ്. ഹബീബായ തങ്ങൾ ബദരീങ്ങളായ സ്വഹാബിമാരെ സൊഫ് ക്ലിയർ ചെയ്യാൻ നിൽക്കുമ്പോൾ അവിടുത്തെ കയ്യിലെ ഒരു ചെറിയ മിസ്വാക്കിന്റെ വടിയുണ്ട്, ഒരു മിസ്വാക്കിന്റെ കഷ്ണം. അതുകൊണ്ട് മഹാനായ സവാദ് എന്നവരുടെ വയറിങ്ങനെ മുന്നോട്ട് നിൽക്കുമ്പോ സവാദേ, ആ ലൈനിലേക്ക് നേരെ കയറി നിൽക്കൂ എന്ന് പറഞ്ഞ് വിവാഹിതങ്ങൾ തമാശ രൂപേണ മെല്ലെ ആ വയറൊന്ന് തട്ടിയിട്ടുണ്ട് മിസ്വാക്കിന്റെ വടി കൊണ്ട്. സവാദ്, 2 സവാദുമാരുണ്ട് സ്വഹാബികൾ അറിയപ്പെട്ടവർ. ഒന്ന് സവാദ് ഇബ്നു ഗസിയ, മറ്റൊന്ന് സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു. സവാദ് ഇബ്നു ഖാരിബ് എന്നവരാ ജോത്സ്യനായിരുന്നു, യമനിയാണ്. അവരാ തങ്ങളോടൊക്കെ നേരിട്ടങ്ങ് പറഞ്ഞത്, ഫകുല്ലി ഷഫീഅൻ യൗമ ലാ ദു ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ അൻ സവാദ് ഇബ്നു ഖാരിബി. ഒരു ജിന്ന് വിളിച്ചു പറഞ്ഞിരുന്നു, മക്കയിൽ അന്ത്യപ്രവാചകർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹാത്തിഫുൽ ജിൻ. ആ വിളി കേട്ടിട്ട് യമനെന്ന് യാത്ര തിരിച്ചു വന്ന സവാദാണ് സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു. ഇത് അവരല്ല, ഇത് സവാദ് ഇബ്നു ഗസിയ ബദരിയാണ് റളിയല്ലാഹു അൻഹു. ഇസ്തവിയ സവാദ്, സവാദേ നേരെ നിൽക്കൂ. ബദർ യുദ്ധം നമ്മൾ അനുസ്മരിക്കുന്നത് റമദാൻ 17 വരുമ്പോഴാണ്. ബദറിൽ പുണ്യനബി തങ്ങൾ പഠിപ്പിച്ച 2 കാര്യമുണ്ട്. ഒന്നാമത്തേത് അല്ലാഹുവിലേക്ക് കൈയുയർത്തി ദുആ ചെയ്ത് ഹബീബാ നബി തങ്ങളുടെ കുപ്പായ കൈ അങ്ങ് താഴേക്ക് വന്നു. അന്നത്തെ കുപ്പായ കൈ ഇച്ചിരി ലൂസുള്ളതാ, കൈ പൊക്കിയാൽ അങ്ങ് താഴേക്ക് ഇറങ്ങി വരും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുണ്യനബി തങ്ങളുടെ ആംപിറ്റിലെ കക്ഷത്തിലെ വെളുപ്പ് നിറം പോലും ഞങ്ങൾ കാണുമാർ അവിടുത്തെ കൈ ആകാശത്തേക്ക് ഉയർന്ന നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. ബദർ യുദ്ധം നടക്കുന്നതിന്റെ മുമ്പ് അല്ലാഹുമ്മ, പടച്ചവനേ, ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസാബ, ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസാബ ഫലൻ തുഅബദ ഫിൽ അർളി അബദാ.
ഞാനത് ഒരിക്കൽ പറഞ്ഞിരുന്നു. അപ്പൊ എന്റെ ഗുരുനാഥൻ ബഹുമാന്യരായ ഞങ്ങളുടെ ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി ഉസ്താദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തുഹ്ലിക് ഹാദിഹിൽ ഇസാബ എന്ന ആ ഒരു ഇറാബിനേക്കാളും നല്ലത് ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസാബ അദബൻ മഅല്ലാഹ്. അള്ളാഹുവിനോട് കാണിക്കുന്ന അദബ് അങ്ങനെയാണ്. അള്ളാഹുവെ നീ നശിപ്പിക്കുകയാണെങ്കിൽ എന്ന് പറയുന്നതിനേക്കാളും ഈ സംഘം നശിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ആരുണ്ടാവില്ല റബ്ബേ എന്നാണ് പറയേണ്ടത് എന്നെനിക്ക് തിരുത്തി തന്നിരുന്നു. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. اللهم إن تهلك هذه العصابة فلن تعبد في الأرض أبدا. അല്ലാഹുവേ ഈ ഒരു ചെറുസംഘമെങ്ങാനും ഇവിടെ വഫാത്തായി തീർന്നു പോവുകയാണെങ്കിൽ പിന്നെ നിനക്ക് സുജൂദ് ചെയ്യാൻ ഒരു മനുഷ്യൻ പോലും ലോകത്തുണ്ടാകില്ല റബ്ബേ. അതുകൊണ്ട് 313 സംരക്ഷിക്കണേ, വിജയം തരണേ. പിന്നെ നിബിധങ്ങൾ ചെയ്തത് രണ്ടാമത്തേത് ഹക്കടപാടുകളാണ്. ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ഇടപാടുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ എന്ന് ഒരു നേതാവ് അനുയായികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഹബീബിന് മടിയുണ്ടായിട്ടില്ല. അതിന് ഹബീബായ തങ്ങൾക്ക് ഈഗോ തോന്നിയിട്ടില്ല. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മാപ്പ് തരണേ എന്ന് ലോകത്തിന്റെ റഹ്മത്തുൽ ലിൽ ആലമീൻ 313 കിടക്കുന്ന ഇസ്വാബയോട്, സ്വഹാബികളോട് തങ്ങൾ ചോദിക്കുകയുണ്ടായി. അപ്പോഴാണ് സവാദ് ഇബ്നു ഖസിയ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. അന യാ റസൂലല്ലാഹ്, എനിക്ക് വേണം നബിയെ പ്രതികാരം. എന്നെ അങ്ങ് വേദനിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബിമാർ മുഴുവനും ഞെട്ടിത്തരിച്ചു പോയി. എന്താണ് സവാദ് തങ്ങളി പറയുന്നത്? പുണ്യ നബിയോടോ, തങ്ങളോട് പ്രതികാരമോ? തങ്ങളോട് പ്രതികാരമോ? വികാര നിർഭരമായി നിൽക്കുന്ന നിമിഷം 1000-ഓളം വരുന്ന ഖുറൈശികൾ അവിടെ മദീനക്കകലെ കിടക്കുന്ന ബദറിലേക്ക് മാർച്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ബദറിലേക്ക് എത്താറായിട്ടുണ്ട്. അവിടെയാണ് പുണ്യനബി പൊരുത്തപ്പെടിക്കുകയാണ്. ഇതാണ് ഹബീബുനാ റസൂലുള്ളാഹ്. ഞാൻ ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. സവാദ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു, നബിയേ, എന്റെ വയറ്റത്തങ്ങ് മിസ്വാക്കിന്റെ ആ ഒരു മരക്കഷ്ണം കൊണ്ട് കുത്തിയിട്ടുണ്ട്. അതിന് പകരം അങ്ങയുടെ വയറ്റത്ത് എനിക്കുമൊന്ന് കുത്തണം. സ്വഹാബിമാർ അത്ഭുതപ്പെട്ടു, എന്താണ് ഈ കാണിക്കുന്നത്? മഹാനവറുകൾ അവിടെ ഒരു ചെറിയ തരത്തിൽ പ്രചന്റ് ചെയ്യുകയാണ്. മഹാനവറുകൾ യഥാർത്ഥത്തിൽ നിബിതങ്ങളെ പ്രതികാരം എടുക്കാൻ പോവുകയല്ല. തങ്ങളിൽ നിന്ന് ഹബീബായ തങ്ങളോട് പറഞ്ഞു, നബിയേ, എന്റെ വയറ്റത്ത് വസ്ത്രമില്ലാതെയായിരുന്നു ഞാൻ നിന്നിരുന്നത്. അപ്പോഴല്ലേ എന്റെ വയറ്റത്തങ്ങ് കുത്തിയത്. അതുകൊണ്ട് അങ്ങയുടെ വയറ്റത്തെ ഷർട്ടൊന്ന് പൊക്കിത്തരണം. അങ്ങയുടെ സ്കിൻ, തൊലി എനിക്ക് കാണണം നബിയേ. فكشف رسول الله صلى الله عليه وسلم عن بطنه. ഒരു മടിയുമില്ലാതെ തങ്ങൾ അവിടുത്തെ മേൽവസ്ത്രം പൊക്കിക്കൊടുത്തു. നബി തങ്ങളുടെ വയറ് കാണുന്ന വിധം പൊക്കിൾ മറഞ്ഞു കിടക്കുന്നു. വയറ് പൊക്കി കാണിച്ചു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊക്കിൾ ഔറത്താണ്. ഉംറക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ അരമുണ്ടിട്ട് പൊക്കിൾ കാണിച്ചിങ്ങനെ നടക്കണം. നിസ്കാരം ശരിയാവൂല, തവാഫും ശരിയല്ല, ഔറത്ത് മറക്കാതല്ലേ നടക്കുന്നത്. അറിയാത്തത് കൊണ്ടായിരിക്കും. ശ്രദ്ധിക്കണം. പൊക്കിൾ അല്ലേ? പൊക്കിൾ മറക്കണം, കാൽമുട്ടും മറക്കണം പുരുഷന്മാർ നിർബന്ധമായിട്ട്. അപ്പോഴേ ഹറാമ് ശരിയാവുള്ളൂ, നിസ്കാരം ശരിയാവും. പുണ്യനബി തങ്ങൾ വയറ് കാണിച്ചു കൊടുത്തു. فكشف رسول الله صلى الله عليه وسلم عن بطنه فقال استقد. സവാദേ, പ്രതികാരം എടുത്തോളൂ. ചിത്രങ്ങൾ ഇങ്ങനെ കാണാം. ബദർ യുദ്ധം, ബദറിൽ 313 സുഹാബിമാർ എന്താണാവോ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ ചെറിയൊരു ചാറ്റൽ മഴ അവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ വരാൻ വേണ്ടി ജബലുൽ മലായികത്തിൽ കാത്തിരിക്കുകയാണ്. ഇറങ്ങി വരാൻ ശത്രുക്കൾ
പാട്ടും പാടി മദ്യം കഴിച്ച് ഉന്മത്തരായി ചെണ്ടവാദ്യമേളങ്ങളോടുകൂടെ ആർത്ത് ഇരമ്പിക്കൊണ്ട് കടന്നു വരുന്ന സമയത്തിൽ ഒരു ഭാഗത്ത് കൂടിയിരിക്കുന്ന ലോകത്തിന്റെ ഗുരുവും അനുയായികളും നോക്കണം എന്ത് പാഠമാണ് അവിടെ നിന്ന് ലോകത്തെ പഠിപ്പിക്കുന്നത്. സവാദേ ഇസ്തഖിദ്, എന്റെ ശരീരത്തിൽ നിങ്ങൾക്ക് തിരിച്ചു ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതികാരം എന്നെയും കുത്തിക്കോളൂ എന്ന് പറഞ്ഞു പുണ്യനബി അവിടുത്തെ പരിശുദ്ധമായ ശരീരം അവിടുത്തെ വയറിങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ فاعتنقه فقبل بطنه, പുണ്യനബി തങ്ങളെ അങ്ങ് വാരിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് ആ വയറ്റത്ത് ഉമ്മ വെക്കുകയാണ് സവാദ് ഇബ്നു ഗസിയ റളിയല്ലാഹു അൻഹു. മാ ഹമലക അലാ ഹാദാ യാ സവാദ്, സവാദേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പ്രതികാരമെടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ യാ റസൂലല്ലാഹ്, ലോകത്തിന്റെ ഗുരുവേ, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഹദറ മാ തറാ, അങ്ങ് കാണുന്നില്ലേ ബദറിൽ യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. 313,000 വരുന്ന ശത്രുക്കളോട് പൊട്ടിപ്പൊളിഞ്ഞ വാളിൻ കഷ്ണങ്ങളുമായി പടപൊരുതാൻ പോകുന്ന നേരമല്ലയോ നബിയേ? ഫഅറച്ചു, എനിക്ക് തോന്നിപ്പോയി, അയ്യകൂന ആഖിറുൽ അഹ്ദി ബിക അയ്യമസ്സ ജിൽദി ജിൽദക, ഒരുപക്ഷേ ഇനി ജീവിതത്തിലേക്ക് മദീനയിലേക്ക് ഇനി ഒരിക്കലൂടെ തിരിച്ചു വരാൻ കഴിയാത്ത വിധം ഞങ്ങളുടെ ശരീരങ്ങളെങ്ങാനും ചേതനയേറ്റ് ശുഹദാക്കളായി ബദറിൽ വീണുപോയാൽ ഇനി ഒരിക്കലൂടെ നബിയെ അങ്ങയുടെ കൈപിടിക്കാൻ ഒരവസരമുണ്ടാകുമോ എന്നറിയില്ലല്ലോ. ഇനി ഒരിക്കലൂടെ ഹബീബെ അങ്ങയെ മുസാഫഹത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ? അതുകൊണ്ട് ഞാൻ കൊതിക്കുകയാണ് ഖബറിലേക്ക്, മണ്ണിലേക്ക് പോകാൻ നിൽക്കുന്ന ഈ നേരം എന്റെ ശരീരം അവസാനമായി തൊടുന്നത് അങ്ങയുടെ ദേഹമായിരിക്കണം. അതുകൊണ്ടാണ് നബിയെ അങ്ങയുടെ വയറ്റത്ത് ഞാൻ ഉമ്മ വെച്ചത്. ഇത് എന്റെ നാളത്തെ ഖബറിലേക്ക് കൊണ്ടുപോകാനുള്ള എന്റെ പാഥേയമാണ് നബിയെ എന്ന് ഹബീബിനോട് നിഷ്കളങ്കമായ, അതിരുകളില്ലാത്ത, സീമകളില്ലാത്ത, നിർവചിക്കാൻ കഴിയാത്ത ആധ്യാത്മമായ ഈ സ്നേഹത്തെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ഇതാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ സ്വഹാബിമാർ. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. സ്വഹാബികളെ, ഉഹദ് മലയോളം വരുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പിൻഗാമികൾ ചെയ്താൽ പോലും നിങ്ങൾ ചെയ്ത ഒരു മുദ്ദിനോളം അത് എത്തുകയില്ല കേട്ടോ എന്ന് ഹബീബിന്റെ സ്വഹാബികളെ സംബന്ധിച്ച് അവര് അല്ലാഹു തെരഞ്ഞെടുത്തവർ, ഹബീബിന്റെ കൂടെ നിർത്തിയവർ. അങ്ങനത്തെ ഒരു തലമുറ ഈ ലോകത്തതിന്റെ മുമ്പും വന്നിട്ടില്ല, ശേഷവും വന്നിട്ടില്ല. 1,24,000 സ്വഹാബിമാർ. ആ എണ്ണമാണ് ആദം നബി മുതൽ പുണ്യനബി വരെയുള്ള പ്രവാചകന്മാരുടെ എണ്ണം. 1,24,000. അത്ര തന്നെ സ്വഹാബിമാർ ഹബീബായ നബി തങ്ങൾക്ക് 23 വർഷങ്ങൾ കൊണ്ട് അല്ലാഹു നൽകിയില്ലയോ? അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. كأن الثريا علقت في جبينه وفي جيده الشعراء وفي وجهه القمر عليه جلال المجد لو أن وجهه أضاء بليل حلل البدو والحضر
ഹബീബായ നബിയേ, പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന പോലെയുള്ള മുഖം. വല്ലാഹി റഅയ്തുഹു ഫീ ലൈലത്തിൻ മുഖ്മിറ വഹുവ ഫീ ഹുല്ലത്തിൻ ഹംറാ. ചെമന്ന ഒരു വസ്ത്രം ധരിച്ച് ഹബീബായ നബി തങ്ങൾ അന്ന് രാത്രിയിൽ പൂർണ്ണ ചന്ദ്രൻ നിലാവുദിച്ച രാവിൽ ഹബീബായ തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സ്വഹാബിമാർ. ചന്ദ്രനിലേക്ക് ഞാൻ നോക്കും, ബദറിലേക്ക് പൂർണ്ണചന്ദ്രന്റെ മുഖത്തേക്ക്, റസൂലുള്ളാഹിന്റെ മുഖത്തേക്കും ഞാൻ നോക്കും. അല്ലാഹുവേ തന്നെയാണ് സത്യം, ലവജ്ഹു റസൂലില്ലാഹി അജ്മലു മിനൽ ബദർ. പൂർണ്ണചന്ദ്രനേക്കാളും 14-ാം രാവിലെ നിലാവൊളിയേക്കാളും എന്റെ ഹബീബിന്റെ മുഖത്താണ് ഒളിയുള്ളത് എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നമ്മുടെ നേതാവാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം.